കൗണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ലക്ഷറി വാഹനമാണ്. ഇത് ബെൻസ് ആണ്. ബെൻസ് GL 350 CDI ഫോർമാറ്റിക് വാഹനമാണ്. നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ്. അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വാഹനമാണ്. കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം. 1,00,000 താഴെയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2010 ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ട്. പിന്നെ വളരെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ നോക്കണ്ട, പക്ക കണ്ടീഷനിലായിരിക്കണം. ഒരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ല. 2 സൺറൂഫ് വന്നിട്ടുണ്ട്, ബാക്കിലും ഫ്രണ്ടിലും സൺറൂഫ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലോഡറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാഹനം. അതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യാറുണ്ട്. ഇന്റീരിയർ എക്സ്റ്റീരിയർ എഞ്ചിൻ ഭാഗം, അതുപോലെ ടയർ കണ്ടീഷൻ എല്ലാം വിശദമായിട്ട് കൗണ്ടിങ് കാർസ് മലയാളം യൂട്യൂബ് ചാനലിനകത്ത് ഫേസ്ബുക്ക് പേജിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഫുള്ള് വീഡിയോ അറിയാം. കൂടാതെ തന്നെ ലക്ഷറി വണ്ടി ആയാലും മിഡ് റേഞ്ച് ആയാലും അല്ലെങ്കിൽ ബേസിക് വണ്ടി ആയാലും എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മുടെ ചാനലിൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഉണ്ടാകാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കാണുന്നതാണ് GL 350. ബെൻസ് GL 350 എന്ന് നമുക്കറിയാം, ഒരു വലിയൊരു വാഹനമാണ്. പക്ഷേ വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അത്ര വലിപ്പം കാര്യങ്ങളും തോന്നിക്കില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ചെറിയൊരു നമ്മളൊരു ഡസ്റ്ററിലോ അല്ലെങ്കിൽ ടെറാനോയിലൊക്കെ ഇരുന്ന് ഓടിക്കാൻ പോലെ സുഖമായിട്ട് ഓടിച്ചു നോക്കാം. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് വലിയ വണ്ടിയാണ്. പക്ഷേ നമുക്ക് യാതൊരു രീതിയിലുള്ളൊരു ബൾക്കിനെസ് ഈ വണ്ടി ഓടിക്കുമ്പോൾ തോന്നില്ല. പിന്നെ മാത്രമല്ല നല്ല സുഖമായിട്ട് നമുക്ക് ഓടിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു ലക്ഷറി സാധനമാണ് ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനമാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്യാറുണ്ട്. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം എല്ലാം ഞാൻ വിശദമായിട്ട് കാണിച്ചു. നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കണ്ടേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡ് പോർഷനും അതേപോലെ തന്നെ ഫ്രണ്ടും ഭാഗങ്ങളൊക്കെയാണ് ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ എവിടെയെങ്കിലും രണ്ടോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നതാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. റൈറ്റ്, അപ്പോൾ ഈ വണ്ടിയാണ് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ KL 11 രജിസ്റ്റേർഡ് ഒരു GL 350 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോപ്പ് വ്യൂ ഒക്കെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്കിനി വീലാർച്ചും ടയർ കണ്ടീഷനിലേക്കൊക്കെ പോയേക്കാം. വീലാർച്ചൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർച്ചാണത്. ഒരു കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ടയർ കുറച്ച് ലേശം തേയ്മാനമുണ്ട്. അലോയ്സൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബോണറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് ഗ്ലാസ്സിലും കിട്ടുന്നില്ല. ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നല്ല പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രില്ല് നമുക്കിവിടെ കാണാൻ പറ്റും. ലാമ്പും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് സൈഡിൽ വീലാർച്ചിലേക്ക് നോക്കാം. ഈ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ചും കൂടെ കാണാൻ പറ്റും. കുറച്ച് തേയ്മാനമുള്ള ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സൈഡിലെ 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഗ്ലാസും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്ലാസ് കാണാൻ പറ്റും. വീലാർച്ചും ഇവിടെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ടയേഴ്സ് സെയിം കണ്ടീഷൻ തന്നെയാണ്. ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിലും ഇരിക്കുന്നുണ്ട്. ബാക്കിലേക്ക് വരെയെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ബാക്കിയുള്ള ഓപ്ഷൻസും ഡീഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. GL 350 ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ലിഡ് ആയാലും ഫോർമാറ്റിക്കിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ബമ്പേഴ്സിലൂടെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് സൈഡ് പോർഷനിലേക്ക് പോകാം. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. കുഴപ്പമില്ലാത്ത ഗ്രിപ്പുകൾ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിങ്ങനെ ഡോർസ് കാണാൻ പറ്റും. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല ലക്ഷറി സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ സീറ്റ് ലോവർ പോർഷൻ ആയാലും നീറ്റായിട്ടിരിക്കുന്നു. ബാക്കി ഫീച്ചേഴ്സൊക്കെ ബെൻസിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒറ്റനവധി കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് ആയാലും നല്ല കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് സപ്പോർട്ടിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി ഒന്ന് പവർ ഓൺ ചെയ്യാം. പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ കീ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു എത്രയാണ് 90,425 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുകയുള്ളൂ. ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ആ ഒരു പാഡ് കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മിഡിൽ റോയിലേക്ക് ഒന്ന് പോയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഇവിടെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാം. ഇവിടെയും നമുക്ക് പവർ വിൻഡോസും ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മിഡിൽ നോക്കുകയാണെങ്കിൽ 2 ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിലിരുന്ന് യാത്രയൊക്കെ ചെയ്യുമ്പോൾ TV ഒക്കെ കണ്ടുപോകാം. അതേപോലെ തന്നെ ഇവിടെ സീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നു. മിഡിലും സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. AC വെൻറ്റ് വരുന്നുണ്ട്. 2 സൺ റൂഫ് വരുന്നുണ്ട്. വിത്ത് AC കൺട്രോൾസൊക്കെ റിയറിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ മിഡിൽ റോയിൽ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് വാഹനത്തിൻ്റെ തേർഡ് റോ ഒന്ന് കാണിച്ചു തന്നേക്കാം. 2 പേർക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം.
ഇതാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ലിവർ ഒന്ന് അപ്പ് ചെയ്തിട്ട് എഞ്ചിൻ അപ്പ് ചെയ്യട്ടെ. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം. വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന എഞ്ചിനാണിത്. കണ്ടോ, ഒരു രീതിയിലുള്ളൊരു ലീക്കേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ക്ലീൻ ചെയ്യാത്തതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. എഡ്ജസൊക്കെ നോക്കാം. ആപ്രോണും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ആപ്രോൺ പോർഷനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്രണ്ട് ആയാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ലിഡിലേക്ക് വരാം. ലിഡിലേക്ക് വരാൻ ഇവിടെ ആണോ ഈ ഒരു ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി ലിഡ് നോക്കാം. ലിഡായാലും ഇവിടെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ്, ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ലിഡിലും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് ബാക്കിലേക്ക് പോകാം. എൻ്റെ ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ കീ ഒന്ന് എടുത്തേക്കട്ടെ, കീ ഇടുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യണം. പോയി കണ്ടുകൊണ്ടിരിക്കണം വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ടോ, വലിയ വണ്ടി ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഒരു ചെറിയ വണ്ടികളിലൊക്കെ കിട്ടുന്ന പോലത്തെ തന്നെ സ്പേസ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. 7 സീറ്ററാണ്, അതുകൂടി ആലോചിക്കണം. അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം ഒന്ന് അപ്പ് ചെയ്യാം. ഇവിടെ ടയേഴ്സൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് തന്നെയാണ്. സ്പെയർ വീൽ റൂമായാലും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി എഡ്ജസ്റ്റൊക്കെ നോക്കിയേക്കാം. എഡ്ജസ്റ്റിലും നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ബ്ലാക്കിൻ്റെ ഒരു ഫൈബർ ഇൻസേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ പാച്ച് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. ലിഡും നോക്കാം. ലിഡും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കാം. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ നല്ല വൃത്തി തന്നെ ഉപയോഗിക്കുന്ന വാഹനമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2010 ഇതിൻ്റെ മോഡൽ വന്നേക്കണത്. അതേപോലെ തന്നെ ഡീസൽ വണ്ടിയാണ്. കിലോമീറ്റേഴ്സ് 90,400 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 3000 cc വന്നേക്കണേ. ഈ ഒരു 6 ലിറ്റർ എഞ്ചിനാണ് വന്നേക്കണേ. സിലിണ്ടർ എഞ്ചിനാണ് വന്നേക്കണേ. കൂടാതെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 2025 10 മാസം വരെ നിലവിൽ ഈ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ലൈഫ് ടാക്സും കാര്യങ്ങളെല്ലാം 2025 9 മാസം വരെ നിൽക്കുന്നുണ്ട്. ID വാല്യൂ നിലവിൽ ഈ വാഹനത്തിന് 2,10,000 രൂപ ID വാല്യൂ നിലവിൽ ഈ വാഹനത്തിന് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് റേറ്റിലേക്ക് കിടക്കുക. റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 ലക്ഷം രൂപയാണ്. 15.50 lakhs നിലവിൽ ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസാണ്. അത് നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിക്കാൻ, സംസാരിക്കാൻ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.